ഇനി ഞാൻ തയ്യാറാക്കാൻ പോകുന്ന എഗ് നൂഡിൽസ് ആണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇതിനായിട്ട് മാഗിയുടെ ഒരു ആട്ട നൂഡിൽസ് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 പാക്കറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇനി ഇതിനായിട്ട് ഒരു 10 ബീൻസ്, ഒരു സവോള, ഒരു ക്യാരറ്റ്, 2 പച്ചമുളക്, ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, ഒരു 3/4 കപ്പ് ഫ്രോസൺ സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്. അതുപോലെ പാക്കറ്റായിട്ട് ഞാൻ ഫ്രോസൺ വാങ്ങിച്ചതാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. 4 കപ്പ് വെള്ളം. ഈ ഗ്ലാസ്സിന് 4 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 പാക്കറ്റാണുള്ളത്. ഒരു പാക്കറ്റിന് 1 കപ്പ് എന്ന കണക്കിൽ 4 കപ്പ് വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ആദ്യം തന്നെ ബീൻസും ക്യാരറ്റും സവോളയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രമൊക്കെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. സവോളയൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം, സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പായി വന്നിട്ടുണ്ട്. വെജിറ്റബിളൊന്നും ഒരുപാട് കുക്കാവണ്ട. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം ഞാൻ 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുട്ടയ്ക്ക്. ഇനി ഇതൊന്ന് ചിക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച് വന്നതിന് ശേഷം നൂഡിൽസ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇതുപോലെ പൊട്ടിച്ചിടാം. ഇപ്പം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇപ്പം നൂഡിൽസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. തുറന്ന് നോക്ക്. നൂഡിൽസ് ഒരുപാട് അങ്ങ് വേവിക്കണ്ട. കുറച്ചൊരു ഗ്രേവി പോലെയുണ്ട്. ഇത് ചൂടാറി കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. ഇപ്പം നൂഡിൽസ് ആയി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. സ്വാദിഷ്ടമായ മാഗി നൂഡിൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.